നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുറുകുട്ടി. കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൈക്കോളജിപരമായിട്ടുള്ള കുറേ വീഡിയോകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാമെന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട്, പല ലക്ഷ്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ പ്ലാന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ എങ്ങനെയാണ് പ്ലാൻ വളരെ സിമ്പിളായ ഒരു 5 മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഈ മാർഗ്ഗം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 5 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റ് യുവർ ഗോൾ എന്നാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആവശ്യമുള്ളത്, നിങ്ങൾ എന്താണോ നിങ്ങൾ എയിം ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ ഒരു എഴുതി വെക്കുക എന്നുള്ളതാണ്. എഴുതി വെക്കുന്നതിന് പുറമെ നിങ്ങൾ അതിലേക്കുള്ള റൂട്ടും കൂടി നിങ്ങൾ എഴുതി വെക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കോഴിക്കോട് എങ്ങനെ മാർഗ്ഗം എത്തും, ബസ്സിനാണെങ്കിൽ ബസ്സിന്, അല്ലെങ്കിൽ ട്രെയിനാണെങ്കിൽ ട്രെയിനിന്, പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ആ മാർഗ്ഗം നമ്മൾ ഓൾറെഡി മനസ്സിൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ യാത്രക്ക് പുറപ്പെടുന്നത്. അതേപോലെ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ വലിയ അച്ചീവ്മെൻറ്റുകൾ നേടാനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ മാർഗ്ഗങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, ഞാൻ കേട്ട ഒരു കഥയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ ബാഗും എടുത്തിട്ട് 3 ബാഗുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ നടന്നു വരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, തോളത്തൊരു ബാഗ്, കയ്യിൽ 2 കയ്യിലായിട്ട് 2 ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ ബാഗ് 3 കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഭയങ്കര ദുസ്സഹമായ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം വന്നു, ടിക്കറ്റ് എടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്ത് തന്നെ ഒരു ട്രെയിൻ കണ്ടു. പെട്ടെന്നൊരു ട്രെയിൻ കണ്ട സമയത്ത് അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരാളോട് ചോദിച്ചു, ഈ ട്രെയിൻ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പം അയാൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ട്രെയിനാണെന്ന് മനസ്സിലാവുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ 3 ബാഗും എടുത്തിട്ട് പെട്ടെന്ന് ഓടിയിട്ട് ട്രെയിനിൽ കയറുകയും ചെയ്തു. കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് ഭാരമോ അങ്ങനെ സംഭവങ്ങളോ 3 ബാഗും വലിയൊരു ഭാണ്ഡമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറുക, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനു മുമ്പ് അവർക്ക് ഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ലക്ഷ്യവും നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾക്ക് നേടാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡെഡ് ലൈൻ കുറിക്കുക എന്നുള്ളതാണ്. ഡെഡ് ലൈൻ എങ്ങനെ കുറിക്കാൻ പറ്റും? നിങ്ങൾ ഇന്ന കാര്യം നേടാൻ വേണ്ടിയിട്ട് എത്ര കാലം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ ഒരു ഐഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഐഫോൺ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ലക്ഷ്യം, ഒന്നാമത് നമ്മൾ ഐഫോൺ വാങ്ങണം എന്നുള്ളത് എഴുതി വെച്ചു. എങ്ങനെ വാങ്ങണം? നമ്മൾ സാലറി കൊടുത്തിട്ട്, അല്ലെങ്കിൽ സാലറി കിട്ടുന്ന തുകയിൽ നിശ്ചിത മാസം, ഇപ്പം ജനുവരിയിൽ ഇത്ര പൈസ, ഫെബ്രുവരിയിൽ ഇത്ര പൈസ, അങ്ങനെ പൈസ നമ്മൾ കൂട്ടി വെച്ചിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി. പിന്നെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഡിസംബർ ലാസ്റ്റ് ആകുന്ന സമയത്തേക്ക്, ഡിസംബറാണ് അവിടെ ഡെഡ് ലൈൻ ഉണ്ട്. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഐഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം എന്നാണ് ഡെഡ് ലൈനായിട്ടുള്ളത്. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുന്ന ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുന്നത്. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് വരുന്നത് പിന്നെ നിങ്ങളെ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ല് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമുക്ക് കഴിയാത്ത ഏരിയയിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യാതൊരു പോസിറ്റീവായി നെഗറ്റീവായ കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് നേടണമെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു PSC എക്സാമോ അല്ലെങ്കിൽ UPSC എക്സാമോ നേടണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതും അതുപോലെ തന്നെ അത് കണ്ടെത്താനുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കോഴ്സുകളോ മറ്റോ പഠിക്കണം നമ്മൾ ഒരു എയിം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിലേക്ക് ആവശ്യമായ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നേടിയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമതായി പറയുന്നത്. അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പോസിറ്റീവിനെ പോസിറ്റീവായും നെഗറ്റീവിനെ പോസിറ്റീവായിട്ടും നിങ്ങൾക്ക് മാറ്റാനുള്ള കഴിവ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. നാലാമത്തെ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. പലരുടെയും ചിന്ത എന്ന് പറയുന്നത് എല്ലാം പൂർത്തിയായ ശേഷം കംപ്ലീറ്റ് ഒരു കാലം എടുത്തു വെക്കുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് അതിന് കഴിവില്ല, അല്ലെങ്കിൽ അത് ആയിട്ടില്ല, അല്ലെങ്കിൽ പൂർത്തിയായിട്ടില്ല, അല്ലാണ്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു അറിവ് നമുക്ക് കിട്ടും. ഒന്നുകിൽ അത് തെറ്റാവാം അല്ലെങ്കിൽ ശരിയാവാം.
എന്ത് കഴിഞ്ഞാലും അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് വീണിട്ടില്ലെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയും, ഇല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരിശീലിക്കുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ ലക്ഷ്യങ്ങൾ നേടാൻ വളരെ ഉപകാരം. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നത് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് എഴുതുക എന്നുള്ളതാണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഓരോ പടിപടിയായിട്ട് വരുന്ന ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇപ്പം ഡെയിലി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളെ ഗോൾ എഴുതി വെച്ചിട്ടുള്ളത് അതിൻ്റെ നേരെ താഴ്ഭാഗത്ത് എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും വരുന്ന ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ, പിറ്റേ ദിവസം ആ നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് ആക്കാനും, നമ്മൾ മൂന്നാമത്തെ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാനും, അതുപോലെ തന്നെ നമ്മൾ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാനും നമുക്ക് കഴിയും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവുണ്ടാവും. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ഒന്നാമത്തെ നമ്മളെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക, അതിൻ്റെ റൂട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അതിൻ്റെ ഡെഡ് ലൈന് നിങ്ങൾ എഴുതി വെക്കുക. അതിന് ശേഷമുള്ളത് നിങ്ങളുടെ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. നാലാമത്തത് നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റായിട്ട് അതിന് എടുത്തു വെക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ ഡെയിലി ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിട്ട് അത് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വളരെ സിമ്പിളായി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ജീവിതത്തിൽ പറയാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പകർത്തുകയാണെങ്കിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിവാദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.